ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ജോസിനോ ഹോം ബുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ സാധാരണ എല്ലായ്പ്പോഴും ചെയ്യാറുള്ളതാണ്. ഇപ്രാവശ്യം ചെയ്തപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ അത് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തീർച്ചയായും ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്രാവശ്യം ഈ ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻ ചെയ്യുന്നത് ഒരു 2-3 ഡേയ്സ് ബാക്കാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ഇത് നമ്മുടെ സമ്മർ വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ളൊരു സ്കൂൾ ഓപ്പണിംഗ് ആണ്. നമ്മളൊരു അക്കാഡമിക് ഇയർ കഴിഞ്ഞിട്ടല്ല, സമ്മർ വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള. അപ്പം സെയിം ക്ലാസ്സിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പം നമ്മളൊരു 2 months ബാക്കാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പുതിയതായിട്ട് വാങ്ങിച്ചതും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തത്. അതുകൊണ്ട് വലുതായിട്ട് നമുക്കിതൊന്നും ചെയ്യാനില്ല. എങ്കിലും കുഞ്ഞുങ്ങളല്ലേ, അവർ പെട്ടെന്ന് വളരുന്ന പ്രായമാണ്. അപ്പം യൂണിഫോംസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടത് നല്ലതായിരിക്കും കേട്ടോ. ഇതൊക്കെ എല്ലാ പാരൻസും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും ചില പാരൻസിനെങ്കിലും ഇത് മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടായിരിക്കുന്ന സമയത്തായിരിക്കണം നമ്മളിത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതായത് കുട്ടികളല്ലേ, അവർ എപ്പോഴും അവരുടെ സാധനങ്ങൾ അങ്ങനെ ഭയങ്കരമായിട്ട് നീറ്റായിട്ട് സൂക്ഷിച്ചൊന്നും വരില്ല. നമ്മളതിനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കണം, അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ വേണം. എങ്കിലും ചില സമയങ്ങളിലെങ്കിലും അവർക്കത് പാലിക്കാനായിട്ട് പറ്റാറില്ല. അപ്പം കുറേ സാധനങ്ങൾ ചിലപ്പം മിസ്സായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ പൊതിഞ്ഞു കൊടുക്കുന്ന ബുക്സിൻ്റെയൊക്കെ പേപ്പേഴ്സൊക്കെ പോയിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മൈൻഡ് റിലാക്സ്ഡ് അല്ലാത്ത സമയത്താണ് കാണുന്നതെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അപ്പം അതൊഴിവാക്കാനായിട്ട് നമ്മൾ കാമായിരിക്കുന്ന സമയത്ത് വേണം ഇങ്ങനെയുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്യാൻ കേട്ടോ. നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അതുപോലെ ഒത്തിരി ബിസി അല്ലാത്ത സമയമൊക്കെ നോക്കിയിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. ഇപ്പം ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു അവധിയുള്ള ദിവസം നോക്കി വേണം കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ജോലിയുള്ള ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകേണ്ട ആ ഒരു റഷിൽ നമ്മളിത് ചെയ്യാനായിട്ട് നോക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്തത് ഷൂ ആണ് കേട്ടോ. ബേസിക് തിങ്ങിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. കുഞ്ഞുങ്ങളാണ്, അവർ വളരുന്ന പ്രായമാണ്. അപ്പോൾ അവരുടെ ഷൂ സൈസ് എപ്പോഴും ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഷൂ സൈസ് മാത്രമല്ല, ഡ്രസ്സിൻ്റെ സൈസൊക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഷൂ സൈസ് കറക്റ്റ് ആണോ എന്നുള്ളതാണ് കേട്ടോ ആദ്യം ചെക്ക് ചെയ്തത്. അപ്പോൾ ഷൂ സൈസ് എല്ലാം കറക്റ്റായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തികേടായിട്ടിരിക്കുന്നുണ്ട്. ഈ സ്പോർട്സ് ഷൂ ഒക്കെ നല്ലോണം വൃത്തികേടായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ വെക്കേഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ വൃത്തിയാക്കി വെക്കാം കേട്ടോ. പക്ഷെ ഞാനത് ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വെക്കേഷൻ സമയത്തും ഈ ഷൂ ഇട്ടൊക്കെ കളിക്കാനൊക്കെ ആയിട്ട് പോയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അപ്പം വൃത്തിയാക്കാതിരുന്നത്. എന്തായാലും ഇത് അഴുക്കാകും. അപ്പോൾ പിന്നെ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പേ അത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഈ ഷൂ വൃത്തിയാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പേ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഷൂ വൃത്തിയാക്കാനായിട്ട് ആൾക്കാരെ കിട്ടിയതുകൊണ്ട് ഞാൻ പിന്നെ ആ സമയത്ത് യൂണിഫോംസ് ചെക്ക് ചെയ്യാനായിട്ട് പോയിട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ യൂണിഫോംസാണ് ചെക്ക് ചെയ്യേണ്ടത്. യൂണിഫോമിൻ്റെ സൈസ് കറക്റ്റാണോ, സ്റ്റിച്ച് വിട്ടു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ വല്ല ബട്ടൺസൊക്കെ വിട്ടു പോയിട്ടുണ്ടോ, അതൊക്കെയാണ് കേട്ടോ ചെക്ക് ചെയ്തത്. താങ്ക്ഫുള്ളി ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കാര്യത്തിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം ഞാൻ ആ വെക്കേഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സൈസ് കറക്റ്റാണോ എന്നുള്ളൊരു കാര്യം മാത്രമേ ചെക്ക് ചെയ്തുള്ളൂ. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, സമ്മർ വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ബാക്ക് ടു സ്കൂളാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അടുത്തത് അതിൻ്റെ ആക്സസറീസാണ് ചെക്ക് ചെയ്തത്. സോക്സ്, പിന്നെ അണ്ടർ ഗാർമെൻറ്റ്സ്, പിന്നെ ടൈ, അതുപോലെ ഹെയർ ബാൻഡ്സ് ഉണ്ടെങ്കിൽ ഹെയർ ബാൻഡ്, അതൊക്കെയാണ് ചെക്ക് ചെയ്തത്. അപ്പോൾ അതൊക്കെ എല്ലാം ഉണ്ട്. ഇനി ഇവരുടെ സെക്ഷൻ വൈസായിട്ട് ഇതൊക്കെ എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ ഇതെല്ലാം അയൺ ചെയ്ത്
എടുത്തു വെക്കുകയാണ്, പിന്നിടത്തേക്ക് മാറ്റിയില്ല. കാരണം പിന്നെ എൻ്റെ തലേ ദിവസമാകുമ്പോൾ നമുക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ, അവരുടെ ലഞ്ച് പ്രിപ്പറേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ യൂണിഫോംസ് എടുത്തു വെച്ച സമയത്ത് തന്നെ അത് അയൺ ചെയ്ത് ഹാങ് ചെയ്തിട്ടു. അതുപോലെ സോക്സും അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ സെക്ഷൻ വൈസ് ആയിട്ട് അവർക്ക് കാണിച്ചു കൊടുത്ത് തന്നെ അത് ഷെൽഫിൽ വെച്ചും കൊടുത്തു കേട്ടോ. അടുത്തത് ഇവരുടെ ബാഗ്സാണ് ചെക്ക് ചെയ്തത്. ബാഗും ഇതുപോലെ തന്നെ അഴുക്കായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് കഴുകാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ സ്റ്റിച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ടോ, അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെക്ക് ചെയ്തത്. ബാഗിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടോ, അതാണ് ബേസിക്കായിട്ട് ചെക്ക് ചെയ്തത്. പക്ഷേ വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജോർജൂട്ടിൻ്റെ ബാഗ് മാത്രം, അതായത് മോൻ്റെ ബാഗിൻ്റെ മാത്രം കുറച്ച് സ്റ്റിച്ച് വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഉള്ളിലുള്ള. അപ്പം അതൊന്ന് തയ്ക്കേണ്ടതായിട്ടുണ്ട്. വേറെ അല്ലാതെ വലിയ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നെക്സ്റ്റ് അവരുടെ ലഞ്ച് ബോക്സസും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽസും ആണ് കേട്ടോ ചെക്ക് ചെയ്തത്. അപ്പം അതും ഇതുപോലെ തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പുതിയത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഒപ്പം തന്നെ ഹാൻഡ് ടവൽസും ചെക്ക് ചെയ്തായിരുന്നു കേട്ടോ. അപ്പം കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പം ഹാൻഡ് ടവൽ കൊടുത്തു വിടണമെന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അതും ചെക്ക് ചെയ്തായിരുന്നു കേട്ടോ. അടുത്തത് സ്റ്റേഷനറിയും അതുപോലെ തന്നെ അവരുടെ ബുക്സും ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. സ്റ്റേഷനറി ചെക്ക് ചെയ്യുക, പിന്നെ പൗച്ചൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ ബുക്സൊക്കെ അതിൻ്റെ ബൈൻഡിങ്സ് വിട്ട് പോയിട്ടുണ്ടോ, കവറിങ്സ് വിട്ട് പോയിട്ടുണ്ടോ, പിന്നെ അതുപോലെ തന്നെ നെയിം സ്ലിപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ, അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് റെഡിയാക്കി കൊടുക്കുന്നതാണ് അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്തത് കുറച്ച് സെൽഫ് കെയർ കാര്യങ്ങളാണ് കേട്ടോ. അപ്പം കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോഴേക്കും വെക്കേഷനൊക്കെ കഴിയുമ്പോഴേക്കും അവരുടെ മുടിയൊക്കെ വളർന്ന് ഒരു പരിവായിട്ടുണ്ടാവും. അപ്പം മുടിയൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആൺപിള്ളേരുടെ മുടിയൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ പെൺപിള്ളേരാണെങ്കിൽ അവരുടെ തലയിലൊക്കെ ഒന്ന് എണ്ണയൊക്കെ ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് ഒന്ന് ഷാമ്പു ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ വെക്കേഷൻ കഴിഞ്ഞിട്ട് മാത്രം ചെയ്യുന്നില്ല കേട്ടോ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലാത്ത സമയത്ത് അവർ തന്നെ ചെയ്യും, പക്ഷേ ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം കുഞ്ഞുങ്ങളല്ല, അവർക്ക് അങ്ങനെ കറക്റ്റായിട്ട് അത് അവർ ചെയ്താലും ശരിയാവില്ല, കറക്റ്റായിട്ട് അത് ചെയ്യാനും അറിയില്ലായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അതൊന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നെയിൽസൊക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സെൽഫ് കെയർ കാര്യങ്ങളാണ് കേട്ടോ പിന്നെ ചെയ്തത്. പിന്നെ ഇതുപോലത്തെ പ്രിപ്പറേഷൻസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുഡിൻ്റെ കാര്യമൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം കേട്ടോ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിത് നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ തലേദിവസം വെച്ച മോരുകറിയുടെ ബാക്കിയുണ്ട്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പയർ അത് ബാക്കിയുണ്ട്. പിന്നെ തലേദിവസത്തെ തന്നെ കറികളുടെയൊക്കെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചോറ് വെക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമേ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ചിക്കൻ ഫ്രൈ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ് കേട്ടോ. ഹണി ഗ്ലേസ്ഡ് ചിക്കൻ്റെ വേറൊരു സിമ്പിളായിട്ടുള്ളൊരു വേർഷനാണ്. വെറുതെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുക. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് കൂടുതലിട്ട് ഫ്രൈ ചെയ്യുക. അതായത് കുറച്ച് സ്പൈസി ആയിരിക്കണം നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അതിന് ശേഷം ഇതുപോലെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ കുറച്ച് ഹണിയും കൂടെ ഒഴിച്ചിട്ട് അതിലൊന്ന് നമ്മുടെ ഈ വറുത്ത ചിക്കനെ ഒന്ന് ടോസ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇച്ചിരി എരിവും കുറച്ച് മധുരവും കുറച്ച് പുളിയൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ ആണിത്. ലാസ്റ്റ് നമ്മളൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്ത എള്ളും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഹണി ഗ്ലേസ്ഡ് ചിക്കൻ്റെ സിമ്പിൾ വേർഷൻ റെഡിയാകും. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഊണും അങ്ങനെ റെഡിയായി. അപ്പോൾ ഊണൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ സ്റ്റേഷനറി കുറച്ച് വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് വൈകുന്നേരത്തെ ചായയോടി കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് പോയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.